എൻ്റെ പ്രദേശം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ വളരെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളെ അന്ന് പ്രത്യേകമായി അടയാളപ്പെടുത്തി വിളിക്കുന്നത് മോസ്കോ എന്നാണ്. കാരണം ഈ മോസ്കോ കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവം വിജയിച്ച രാജ്യത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിൽ ഇത് ഈ നാട്ടിലെ മോസ്കോ ആണെന്ന് പറയും. അപ്പം എൻ്റെ നാട്ടിലുള്ള ആ പ്രദേശത്തൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മോസ്കോ എന്നാണ്. അപ്പം അവിടുത്തെ എല്ലാ കുടുംബങ്ങളും മിക്കവാറും ആണുങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞവർ, പത്രമാധ്യമങ്ങളെല്ലാം വായിക്കുന്നവർ, വായനശാലയിലൊക്കെ പോകുന്നവർ, കമ്മ്യൂണിസ്റ്റ് ആവുന്ന ഒരു സ്വാഭാവിക രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വെളിയം ഭാർഗവനാണ്. അദ്ദേഹം 57-ലെ ചടയമംഗലത്തെ MLA കൂടിയായിരുന്നു. മിക്കവാറും ഈ വീടുകളിലെല്ലാം, കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലെല്ലാം ബന്ധമുള്ള ഒരാളാണ് ഈ ഭാർഗവനാശാൻ. അപ്പം അവർക്ക് ആശാനോട് ഒരുതരം ആരാധനയുണ്ട്. ആശാൻ അവരെല്ലാം കുടുംബാംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 64-ലെ പിളർപ്പ് അവരിലുണ്ടാക്കിയ ഒരു വലിയ ആഘാതമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിച്ചവർ പലരും രണ്ടായി. ഇപ്പം ഈ സഖാവ് ജനാർദ്ദനപിള്ള എന്ന് പറയുന്ന ആള് CPIയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് ഗംഗാധരൻ പിള്ള എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം CPM-ലായി. അപ്പം ഇവർ ഒരുമിച്ച് മരിക്കാൻ നടന്നവരാണ്, ഒരുമിച്ച് പട്ടിണി കിടന്നവരാണ്, ഒരുമിച്ച് ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ചവരാണ്. ഒരുമിച്ച് നാളെ ഈ രാജ്യത്തൊരു സോഷ്യലിസ്റ്റ് സമൂഹം രൂപപ്പെടുമെന്നും ഈ ജാതിമത ബോധമെല്ലാം മാഞ്ഞു പോകുമെന്നും പുതിയൊരു മാനവിക രീതി ഉയർന്നു വരുമെന്നും എല്ലാവരും തുല്യരാകുമെന്നും അങ്ങനെ ആകുമ്പം ഒരു പുതിയ സ്വർഗം ഇന്ത്യയിൽ തന്നെ രൂപപ്പെടുമെന്നും ഒക്കെ വിശ്വസിച്ചവരാണ്. അപ്പം ആ സ്വർഗത്തിലേക്ക് എത്താൻ ഒരുമിച്ച് സഞ്ചരിച്ചവർ ഇടയ്ക്ക് രണ്ട് വഴിയായി. രണ്ട് വഴിയാകുമ്പോൾ സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ വലിയ നിരാശയുണ്ടായി എന്ന്. നിരാശയുണ്ടായപ്പോൾ സ്വാഭാവികമായി അതിന് കാരണം നീയാണെന്ന് ഈ ഭാഗത്തുള്ളവരും അല്ല നീയാണെന്ന് ആ ഭാഗത്തുള്ളവരും തമ്മിൽ തർക്കിക്കാനൊരുങ്ങിയാൽ അവർ തമ്മിലുള്ള ശത്രുതയായിരിക്കും ഏറ്റവും വലിയ ശത്രുത. അത് സ്വാഭാവികമാണ്. ഈ കുടുംബത്തിലും അങ്ങനെയാണ്. ഓഹരി തർക്കമൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ആ കുടുംബത്തിന് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അതുപോലെ ഒരുമിച്ചൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ രണ്ടായാൽ പിന്നെ ആരും ലക്ഷ്യത്തിലെത്താതിരിക്കാൻ രണ്ടു കൂട്ടരും പരമാവധി പരിശ്രമിക്കും. ഇതെന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഭാർഗവനാശാനാണ്. അപ്പം ഇങ്ങനെ ഒരു മാനസികാവസ്ഥ എത്തിയാൽ അതിൻ്റെ ഫലം പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുകയില്ല എന്ന് രണ്ടായതിന് ശേഷം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു സംസ്ഥാനം കേരളമാണ്. അത് ആശാൻ പറയുന്നതാണ്. അത് 65-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആർക്കും ഭൂരിപക്ഷമില്ലാതെ കേരളത്തിൽ പ്രസിഡന്റ് ഭരണത്തിലേക്ക് പോയപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടു കൂട്ടർക്കും മനസ്സിലായി തങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. ആ ബോധ്യമാണ് 67-ൽ ഐക്യമുന്നണി ഉണ്ടാവുന്നതും. ഇടയ്ക്കത് തകർന്നു പോയതെങ്കിലും 77 അടിയന്തരാവസ്ഥയെല്ലാം കഴിഞ്ഞ് 79 ആയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലെ ഇടതുപക്ഷത്തിന് ഒരുപാട് വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാജ്യമാണെന്ന്, അതിൽ മുതലാളിത്തം മാത്രമല്ല, ജന്മിത്വം മാത്രമല്ല, ഇന്ത്യയിലെ ജാതി ബോധവും ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കൈപ്പിടിയിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയതും അത് അന്ധവിശ്വാസത്തിൽ പെട്ടതും അതിനെല്ലാം മറികടന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വപ്നം കണ്ട ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ അപ്രാപ്യമാണെന്ന് മനസ്സിലായതാണ് സത്യത്തിൽ
പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക്, പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനുശേഷം 79 ശേഷം പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം ദ്രോഹിക്കുന്ന ഒരു തലത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് തുടരുകയാണ്. പക്ഷേ 64 പിളർപ്പിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായോ എന്നൊക്കെ ചോദിച്ചാൽ മുക്തമായിട്ടില്ല. അതിൻ്റെ അനുഭവങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പുതിയ ലോക സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരിട്ട അനുഭവങ്ങൾ അധികമില്ല. പക്ഷേ ആ അനുഭവങ്ങളുള്ള മനുഷ്യരെഴുതിയ പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള നേതാക്കന്മാരുമായി ഒരുപാട് കാലം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയെഴുതി അവരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുകളോ പ്രത്യേകതകളോ ഒക്കെ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നൊമ്പരമുള്ള ഓർമ്മ തീർച്ചയായിട്ടും 64 പിളർപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ട്.